ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ്. ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഡിഗ്രി അപ്ലിക്കേഷൻ ചെയ്ത് തരുമോ, ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് തരുമോ, അതേപോലെ തന്നെ PG സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് തരുമോ, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ഗ്രേഡ് കാർഡ് ഇവയ്ക്ക് അപ്ലൈ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചോദിച്ചിട്ട് വന്നപ്പോൾ നമ്മളതിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 100 രൂപയ്ക്ക് ഈ സർവീസുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പുതുതായിട്ട് വരുന്നതിലും കൂടുതൽ വരുന്നത് ഈ പ്രൊസീജിയേഴ്സ് എവിടെ നിന്നൊക്കെയോ നോക്കി ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് യൂണിവേഴ്സിറ്റി റിജക്റ്റ് ആക്കുക, വീണ്ടും പൈസ അടിച്ച് ചെയ്യേണ്ടി വരിക. ആ രൂപത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. എന്നാലും നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചു കൊടുക്കുന്നതിലും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ കൂടെ പുതുതായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. വെറുതെ നിങ്ങളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഫീ വീണ്ടും അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെൽപ്പ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡുമാണ്. ആ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. ഈ കാണുന്ന നമ്പറിലേക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നാൽ മതി. SSLC, +2, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ഗ്രേഡ് കാർഡ്, നിങ്ങളുടെ പേര് എഴുതി ഒപ്പിട്ടിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇനി അതില്ലേ ഒരു നോർമലായിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫോട്ടോ, ഇത്രയും രേഖകളുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഈ നമ്പറിലേക്ക് ജസ്റ്റ് അയച്ചാൽ മതി. പേയ്മെൻറ്റ് പേജിലാണ് നമ്മുടെ കോഴ്സ് ഇയർ, അഡ്മിഷൻ ഇയർ, പാസ് ഔട്ട് ഇയർ ഇവയ്ക്ക് വ്യത്യസ്തമായിട്ട് നമ്മുടെ ചാർജസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ടാണ് ചാർജ് പറയാത്തത്. അപ്പം ചാർജ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം ചോദിക്കാം, അല്ലെങ്കിൽ എത്രയൊക്കെ ആകും എന്നുള്ളത് പറഞ്ഞു തരുകയും ചെയ്യും. പിന്നെ ഫീ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം, അതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള റെസീറ്റുകൾ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. പിന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നവരാണ് കൂടുതലും ഉണ്ടായത്. അവർക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമുകൾ കംപ്ലീറ്റ് ആക്കിയാൽ, അതേപോലെ തന്നെ നിങ്ങളുടെ പെൻഡിങ് ആയിട്ട് ഒരു എക്സാമും ഇല്ല, റിവാലുവേഷൻ കൊടുത്തിട്ടില്ല, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഫൈനലായിട്ടുണ്ട്, നിങ്ങൾ പാസ്സായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും കിട്ടുക. അപ്പോൾ ആ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിനും വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്ത അഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൻ്റെയോ ഐഡൻറ്റിറ്റി കാർഡിൻ്റെയോ ഒരു കോപ്പി, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്. പിന്നെ SSLC സർട്ടിഫിക്കറ്റ് വരുമ്പോൾ നിങ്ങൾ ആ അഡ്രസ്സിലേക്കായിരിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും വരിക. അപ്പോൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡിനും 2 ഓപ്ഷൻസാണ് വരുന്നത്. ഒന്ന് പോസ്റ്റിൽ വഴി നമ്മൾ അപ്ലിക്കേഷൻ ചെയ്ത് പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഫോമൊക്കെ അയച്ചു തരും, അതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതും പറഞ്ഞു തരും. അതിനുശേഷം അത് ഫില്ല് ചെയ്ത് പോസ്റ്റിൽ വഴി നിങ്ങൾ അയക്കണം. അയച്ചു കഴിഞ്ഞാൽ 1 മന്തിനുള്ളിലാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സർവീസ് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. രണ്ടാമത്തതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് പോയിട്ടുള്ളതാണ്. അതിന് നമുക്ക് അപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡയറക്റ്റ് നമ്മൾ ചെയ്ത് പിന്നെ ഫോമുകളും പേയ്മെൻറ്റ് ചലാനുകളൊക്കെ ആയിട്ട് നിങ്ങൾ അതൊക്കെ എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെറുതെ കറങ്ങി നടക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല. അന്ന് തന്നെ പെട്ടെന്ന് ഒരു 4 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും വാങ്ങിയിട്ട് വരാം. അത് വീണ്ടും നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ വെറും 100 രൂപ നിരക്കിൽ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനും കഴിയും. അപ്പം ഇത്രയാണ് പറയുന്നത്. നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുകയാണല്ലോ, നമ്മൾ എന്തെങ്കിലും സർവീസ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പം ഒരുപാട് ടെക്സ്റ്റുകൾ ഇങ്ങനെ അയക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ ഗ്രേഡ് കാർഡോ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ആ ഡീറ്റെയിൽസിനനുസരിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഒരുപാട് സംശയങ്ങളായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ തീർത്തുതരാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് മിതമായ രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ മനസ്സിലാക്കി നിങ്ങൾക്ക് റിപ്ലൈ തരും. പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, ഇപ്പോൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും ആണെങ്കിലും 100 രൂപയാണ് വരുന്നത്. ഡിഗ്രി അല്ലെങ്കിൽ PG സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് 100 രൂപയാണ് വരുന്നത്. അതായത് സിമ്പിളായിട്ട് നമ്മൾ ലോങ് ക്യൂ ആക്സിലൊക്കെ പോയി പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് പിന്നെ റിജക്റ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഒരുപാട് പേർക്കുണ്ട്. അതൊക്കെ ഒഴിവാക്കാം. നമ്മൾ ഡയറക്റ്റ് ഒരുപാട് കാലമായിട്ട് നമ്മൾ ചെയ്യാണ്.
ഇപ്പം ഡിഗ്രി ആയാലും PG ആയാലും സർട്ടിഫിക്കറ്റ് നമുക്കൊരു 30-35 ദിവസത്തിനുള്ളിൽ തന്നെ അർജൻറ്റ് മോഡിൽ അപ്ലൈ ചെയ്താൽ കിട്ടും. ഇനി അർജൻറ്റ് മോഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ക്യാഷിൻ്റെ എല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡിനറി മോഡിലും അപ്ലൈ ചെയ്യാം. ഓർഡിനറി മോഡിൽ ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി പറയുന്ന സമയം അപ് ടു 1 year ആണ്. പക്ഷേ നമുക്കൊരു 3 to 6 months കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമുക്ക് അർജൻറ്റ് മോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 to 2 months തന്നെ ഒരു 35 ദിവസത്തിനുള്ളിൽ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്, നമ്മൾ കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരും. കോൾ ചെയ്യേണ്ട വരും. നമ്മൾ ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമിൽ എന്തായാലും വിത്തിൻ 24 hours അല്ലെങ്കിൽ 12 hours ഒരു ഡേ ഓർ നൈറ്റ് നിങ്ങൾക്ക് എന്തായാലും മെസ്സേജ് റിപ്ലൈ വരും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്തും തരും. അപ്പം ഇനിയും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, അതിന് മറുപടി വരും. സർവീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. താങ്ക് യു.